കോഴിക്കോട് തിരുവമ്പാടിയിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് തുണിത്തരങ്ങൾ കണ്ടെത്തിയതിൽ പോലീസ് കേസെടുത്തു. ബി.ജെ.പി. പ്രവർത്തകൻ തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസെടുത്തത്. വസ്ത്രങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുവന്നതാണെന്നാണ് എഫ്ഐആർ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, പോളിംഗിന്റെ തലേ ദിവസമാണ് പൊന്നാങ്കയത്ത് നിന്ന് വലിയ തോതിൽ തുണിത്തരങ്ങൾ പിടികൂടിയത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്താണ് എഫ്ഐആറിൽ പറയുന്നത്? വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിലെ പൊന്നാങ്കയത്താണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസം വലിയ തോതിൽ വസ്ത്രങ്ങൾ, സ്ത്രീകൾക്കുള്ള നൈറ്റിയും പുരുഷന്മാർക്കുള്ള മുണ്ടും തുണിയും ആണ് നിരവധി കണ്ടെയ്നറിൽ കൊണ്ടുവന്നിട്ട് വലിയ വലിയ പാക്കറ്റുകളിലായി ഒരു വീടുകളിൽ എത്തിക്കുകയായിരുന്നു. അത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി വിതരണം ചെയ്യാനായി കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവമ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 171B 171E കൈക്കൂലി നൽകുക എന്ന വകുപ്പും അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(1), അതായത് ഏതെങ്കിലും സമ്മാനം മറ്റും നൽകിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ തിരുവമ്പാടി പൊന്നാങ്കയത്തിൽ സ്വദേശിയായ രഘുലാലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ രഘുലാലിന്റെ വീട്ടിൽ നിന്നാണ് ഈ സാധനങ്ങൾ കണ്ടെടുത്തുകൊണ്ടാണ് ഇയാളെ മാത്രം പ്രതിയാക്കിയിരിക്കുന്നത്. അതേസമയം അന്ന് തന്നെ രഘുലാൽ പറഞ്ഞ കാര്യം, മറ്റൊരു നേതാവ് സിബി എന്ന് പറയുന്ന മറ്റൊരു പ്രാദേശിക നേതാവാണ് ഈ തുണികൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നതായി പറഞ്ഞത്. തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ LDF പ്രവർത്തകരാണ് ഈ വിഷയത്തിൽ ആദ്യമായി പരാതി നൽകുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ വീട്ടുടമ മാത്രം അറിഞ്ഞ കാര്യമല്ല, ഇത്രയും വലിയ തുണി പ്രത്യേകിച്ച് കണ്ടെയ്നറിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അത് സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ആൾക്കാരും അറിഞ്ഞ് നടത്തുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ രഘുലാൽ മാത്രമല്ല, നേരത്തെ കൊണ്ടുവച്ച സിബി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പണം മുടക്കിയിട്ടുള്ളത്, ആരൊക്കെയാണ് നിർദ്ദേശം നൽകിയിട്ട് അവരൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകണമെന്നാണ് UDFൻ്റെയും LDFൻ്റെയും പ്രവർത്തകരും നേതാക്കളും തന്നെയും ആവശ്യപ്പെടുന്നത്. എന്തായാലും നിലവിൽ തിരുവമ്പാടി പോലീസ് FIR രജിസ്റ്റർ ഈ തുണി കൊണ്ടുവച്ചിരുന്ന വീട്ടുടമ രഘുലാലിനെ പ്രതി ചേർത്തുകൊണ്ടാണ്. കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് തിരുവമ്പാടി പോലീസ് അറിയിച്ചിരിക്കുന്നത്. തുണിത്തരങ്ങൾ കൊണ്ടുവന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്ന് തന്നെയാണ് FIRലും പറയുന്നത്.